ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായിട്ട് നിങ്ങൾക്ക് പിന്മാറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സാധിക്കുക? പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ബന്ധത്തിൽ നിന്നും എനിക്ക് പിന്മാറണം എന്ന്. വളരെ നിങ്ങൾ പരിശ്രമിച്ചിട്ട് പോലും അത് സാധ്യമാകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ അവരുടെ കറൻറ്റ് സിറ്റുവേഷനാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളോടുള്ള മനോഭാവം നോക്കും. അവരുടെ കറൻറ്റ് സിറ്റുവേഷനിൽ നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. സെവൻ ഓഫ് പെന്റക്കിൾസ്, നയൻ ഓഫ് സോഡ്സ്, ത്രീ ഓഫ് സോഡ്സ്. അവരുടെ കറൻറ്റ് സിറ്റുവേഷനാണ് നമ്മൾ 5 കാർഡ്സ് എടുത്തേക്കുന്നത്. ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ചാരിയോട്ടാണ്. നിങ്ങളോടുള്ള മനോഭാവം ഒന്ന് നോക്കാവേ. ഫോർ ഓഫ് പെന്റക്കിൾസ്, വളരെ നല്ല എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ്, ടു ഓഫ് സോഡ്സ്, എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, ഫോർ ഓഫ് സോഡ്സ്. ഈ 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മളിവിടെ എടുത്തത്. നമുക്ക് നോക്കിയിട്ട് വേറെ കാർഡ്സ് എടുക്കാവേ. ബോട്ടം വന്നിരിക്കുന്നത് ഹാങ്ഡ് മാനാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ് കൂടുതലായിട്ടും ഇവിടെ വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ അവരുടെ കറണ്ട് എനർജി നമുക്ക് നോക്കാം. ഇവിടെ നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരിവിടെ നൈറ്റ് ഓഫ് സോഡും വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വൺസ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം. അപ്പോൾ ഇനി അടുത്തതായാലും കൂടുതലായിട്ടും നമുക്ക് ഇതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റ് പല കാര്യങ്ങളിലും താല്പര്യമുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ അവർ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അവർ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഇവിടെ നോ കോണ്ടാക്ട് അവസ്ഥയിലാണെന്നാണ് കാണുന്നത്. നോ കോണ്ടാക്ട് അവസ്ഥയിലാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളിലും അവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ അവർ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെയും അതിനിടയിലും നിങ്ങളിലേക്ക് വരാൻ ഉള്ള ചിന്ത, അല്ലെങ്കിൽ അത് കൂടുതൽ ഫാസ്റ്റിൽ അവരുടെ ചിന്തകൾ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അവരുടെ കറണ്ട് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇവിടെ ആവേശം ആളെ കത്തുന്നുണ്ട്. അവരെന്തൊക്കെയോ ചിന്തിക്കുമ്പോൾ, ചിലപ്പോൾ നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴാവാം, എന്തിനോ വേണ്ടി ഇവിടെ ഒരു ക്രിയേറ്റീവ് എനർജിയാണിത്. അപ്പോൾ ഇതൊരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോട് ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ല എങ്കിൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത് അവർക്കിവിടെ നിർത്തലാക്കാൻ പറ്റില്ല. കാരണം ഇത് നിന്ന് പോകുന്നതല്ല. കാരണം ഇത് നിലനിൽക്കുന്ന ഒരു എനർജിയാണെന്നാണ് ഇവിടെ കാണുന്നത്.
മനസ്സിലായോ? ഇവിടെ 7 ഓഫ് പെന്റക്കിൾസ്, അവർ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ തമ്മിൽ കുറച്ച് നാളുകൾ കൊണ്ടേ ബന്ധമുണ്ടായിരിക്കാം, കണക്ഷൻ ഉണ്ടായിരിക്കാം. ഇവരിവിടെ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതിന് കറണ്ട് എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആവോ, അതുമല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇവിടെ വെയിറ്റ് ചെയ്തു ഇരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും സാമ്പത്തികം കിട്ടാൻ വേണ്ടിയായിരിക്കും. ഇവിടെ 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ എന്തിനോ വേണ്ടി സാമ്പത്തികം ലഭിക്കാൻ വേണ്ടിയാവാം. അപ്പോൾ ചിലപ്പോൾ മറ്റ് ഏതെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാകാം. ചിലപ്പോൾ അത് കിട്ടിയിട്ടില്ല, ഇതുവരെയും കിട്ടാനുള്ള സമയം കഴിഞ്ഞു, അത് കിട്ടിയിട്ടില്ല. ക്ഷമയോടുകൂടി കുറച്ചു കാലം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. ബന്ധം പതുക്കെ പതുക്കെ അല്ലെ ക്ഷമയോടുകൂടി അത് വരട്ടെ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. രാത്രിയിൽ ഉറക്കമില്ല പല കാര്യങ്ങളിലും. ഇവിടെ നൈൻ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും എന്തിനോ വേണ്ടി അവർ വല്ലാതെ മനസ്സ് വിഷമിക്കുന്നു എന്നുള്ള എനർജിയാണ് കാണുന്നത്. ഒരുപാട് കാത്തിരിപ്പുകൾ, രാത്രിയിൽ ഉറക്കമില്ലാത്ത എനർജി. രാത്രിയിൽ ഉറക്കമില്ലാതെ വരുന്നത് തീർച്ചയായിട്ടും കർമ്മ ഫേസ് ചെയ്യുന്ന എനർജി ആവാം. കർമ്മ ഫേസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് ഉറക്കമില്ലായ്മ, ഓവറായിട്ട് തിങ്ക് ചെയ്യുക, അതിലൊക്കെ വല്ലാതെ മനപ്രയാസം, ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നില്ല. ഇവിടെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അത് ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് കണ്ടില്ലേ, തൊട്ടടുത്ത് വന്നിരിക്കുന്നത് 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇങ്ങനെ 3 ഓഫ് സോഡും വന്നിട്ടുണ്ട്, 9 ഓഫ് സോഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു കണക്ഷന് ആരോ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആരോ ഉണ്ട്, നിങ്ങൾക്കിടയിൽ ആരോ ഉണ്ട്. അവരെക്കുറിച്ച് ഓർത്തിട്ട്, അവരുമായിട്ടുള്ള പ്രശ്നം നിമിത്തം ഇവിടെ ഉറക്കമില്ല, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് തീർച്ചയായിട്ടും ഒരു വെയിറ്റിംഗ് ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അവർക്കിവിടെ ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. നിരന്തരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നിമിത്തം ടെൻഷനാവും, ഡിപ്രഷൻ ഉണ്ടാവും, മാനസിക സമ്മർദ്ദം നിമിത്തം ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്ന, രാത്രിയിലൊക്കെ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന എനർജി. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലാണെന്നാണ് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അകൽച്ചയിൽ തന്നെയും തീർച്ചയായിട്ടും അവർ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ മൂന്നാമതൊരാൾ നിങ്ങൾക്ക് ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെയും വല്ലാതെ വിഷമം അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങളോടുള്ള മനോഭാവം, നൈറ്റ് ഓഫ് കപ്സ്, 4 ഓഫ് പെന്റക്കിൾസ്. നിങ്ങളെ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, കണ്ടില്ലേ? നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല. നിങ്ങളോട് ധാരാളമായിട്ട് പോസസീവ്നെസ് ഉണ്ട് അവർക്ക്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ഈ ഒരു പോസസീവ്നെസ് നിമിത്തം നിങ്ങളോട് ആരും മിണ്ടുന്നത് അവർക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. കാരണം നിങ്ങൾ അവരുടേത് മാത്രമാണ് എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഇടയിലുണ്ട്, എപ്പോഴും അവരുടെ മനസ്സിൽ ഉണ്ട്. നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ട്, അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അത് ഏത് വിധത്തിലായാലും അവർ ചിലപ്പോൾ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നതായിരിക്കില്ല, ചിലപ്പോൾ അവരുടെ ചതിയിൽ അകപ്പെട്ടു പോകുന്നതാവാം. മനസ്സിലായി? കാരണം ഇവിടെ പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു പെന്റക്കിൾസിന്റെ എനർജി ചിലപ്പോൾ അവർ ആരെയെങ്കിലും സഹായിക്കാൻ പോയിട്ടുണ്ടാവാം, അത് ചിലപ്പോൾ ഇവർക്ക് വിനയായിട്ട് വന്നിട്ടുണ്ടാവാം. മനസ്സിലായി? അതിനുവേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതായിരിക്കും ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ അവർ വിട്ടുകളയുന്നില്ല. നിങ്ങളോടാണ് അവർക്ക് കൂടുതൽ സ്നേഹം. പൊസസീവ്നെസ് അനുഭവിക്കുന്നത് അവർ നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തിലാണ്. കണ്ടില്ലേ? ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി എവിടെ പോയാലും ലവ് പ്രപ്പോസ് ചെയ്യുകയാണ്. ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ്. കാരണം ഈ ഒരു എനർജിയിൽ ഒരുപാട് സ്നേഹം നിങ്ങളുമായിട്ട് ഒരു ഇൻറ്റിമസി കൂടുതലായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എത്ര ദൂരത്ത് പോയാലും എത്ര അടുത്തിരുന്നാലും നിങ്ങളോട് എല്ലായ്പ്പോഴും ലവ് പ്രപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ലവ് എന്ന് പറയുന്നത് സിൻസിയർ ആണ്, ദൈവികമായ ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? നല്ല കലാപരമായ ഒരുപാട് ബോധമുള്ള, അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആവാം ഈ വ്യക്തി. ആടാനും പാടാനും മറ്റ് പല കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് താല്പര്യമുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ ആ ഒരു ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് ഇതെന്ന് കാണുന്നുണ്ട്.
അപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും എല്ലായ്പ്പോഴും ലവ് പ്രപ്പോസ് ചെയ്യുന്നു നിങ്ങളിലേക്ക് എന്നുള്ള നിങ്ങളോടുള്ള ആ ഒരു മനോഭാവമാണ് ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്നത്. കണ്ടില്ലേ? ചിലപ്പോഴൊക്കെ അവർക്ക് ടു ഓഫ് സോഡിന്റെ എനർജി എങ്ങനെയാണ്, ഇനി എങ്ങനെ മുന്നോട്ട് വരും, മനസ്സ് കൺഫ്യൂസ്ഡ് ആണ്. ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് പൊസസീവ്നെസ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതിന് ഏത് വിധത്തിലായാലും ഇനി എങ്ങനെ നിങ്ങളിലേക്ക് വരും എന്നാലോചിച്ച് വിഷമിക്കുന്ന എനർജിയാണ്. മനസ്സ് കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നില്ല, ഇതിനൊരു സമാധാന ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇല്ല, നിങ്ങളിലേക്ക് ഇനി എങ്ങനെ വരും, കാരണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട്, കുറച്ച് നാളുകൾ കൊണ്ട് അകൽച്ചയിലായിരിക്കാം. ചിലപ്പോൾ 2-3 മാസമായി കാണും, ചിലപ്പോൾ പിണങ്ങിയിട്ട്, ചിലപ്പോൾ ഇവിടെ കുറെ ദിവസങ്ങളായി കാണും. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു അകൽച്ചയിലാണ്. ഇനി എങ്ങനെയാണ്, ഇത്ര നാൾ മിണ്ടാതിരുന്നിട്ട് ഇനി എങ്ങനെ നിങ്ങളിലേക്ക് വരും എന്നാലോചിച്ചിട്ട് മനസ്സ് കുഴങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടിയാലും എത്രമാത്രം പ്രയാസപ്പെട്ടാലും അവർക്ക് നിങ്ങളിലേക്ക് വന്നേ മതിയാവും. അതിനായിട്ട് അവർ പാടുപെടാൻ തയ്യാറാണ്. കാരണം നിങ്ങളോട് കൂടുതൽ പൊസസീവ്നെസ് ഉണ്ട്, നിങ്ങളോടാണ് കൂടുതൽ അടുപ്പമുള്ളത്, നിങ്ങളെയാണ് അവർക്ക് വേണ്ടത്, അവരുടെ ചോയ്സ് നിങ്ങളാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ എത്രമാത്രം കഷ്ടപ്പെട്ടാലും അവർ ഈ ഒരു കണക്ഷൻ നിലനിർത്തും. അവർ അതിനായിട്ട് പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലായ്പ്പോഴും അവർക്ക് ഓവർ തിങ്കിങ് ആണ്, നിങ്ങളെ പറ്റി ഓർത്ത് തന്നെ. നിങ്ങളോടുള്ള സ്നേഹമുണ്ട്, ഇവിടെ ഓവർ തിങ്കിങ് ഉണ്ട്. എല്ലാ കാര്യത്തിലും അവരിവിടെ നിങ്ങളോട് അഡിക്റ്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. ഇവിടെ ഈ ഒരു എനർജിയിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ട് ഓവർ തിങ്കിങ്, അധികമായിട്ടുള്ള തിങ്കിങ്. അതെന്തുകൊണ്ടാണ് അധികമായിട്ടുള്ള തിങ്കിങ് വരുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ്. മനസ്സിലായി? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അവർ വിചാരിക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ഒന്ന് ഫ്രീ ആവണമെന്ന്. അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഫ്രീ ആയി ഇനി നിങ്ങളിലേക്ക് വരണം. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണം. കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, 9 ഓഫ് സോഡ്, 3 ഓഫ് സോഡ്സ്, 7 ഓഫ് പെന്റക്കിൾസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പല കാര്യങ്ങൾക്കുമാകാം. തേർഡ് പാർട്ടി ഒഴിവാക്കണമെന്നുള്ള ചിന്തയാവാം, സാമ്പത്തികം തിരിച്ചു പിടിക്കണമെന്നുള്ള ചിന്തയാവാം. മനസ്സിലായോ? സാമ്പത്തികം തിരിച്ചു കിട്ടാൻ വേണ്ടി ക്ഷമയോടുകൂടി കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന എനർജിയും ഉണ്ടാവും. എന്നിട്ട് നിങ്ങളിലേക്ക് വരണം, ഫ്രീ ആവണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വേണം നിങ്ങളിലേക്ക് വരേണ്ട, ഫ്രീഡം കിട്ടിയിട്ട് മതി നിങ്ങളിലേക്ക് ഇനി വരുന്നത് എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുന്നത് നിങ്ങളോടൊപ്പമുള്ളപ്പോൾ അവരുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ബോട്ടം പറഞ്ഞില്ലല്ലോ, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ ചാരിയറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു റീയൂണിയൻ ഉള്ള സാധ്യതയാണ്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, വീണ്ടും റീയൂണിയൻ ഉള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയന് അവർ ശ്രമിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഹാങ്ഡ്മാന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആകപ്പാടെ കുഴങ്ങി നിൽക്കുന്നു. കാരണം പലതും പരിഹരിക്കാനുണ്ട്, പലതും നേടിയെടുക്കാനുണ്ട്, എന്നിട്ട് ഇനി നിങ്ങളിലേക്ക് വരാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങളിലേക്ക് വരാത്തത് നിമിത്തം ആകപ്പാടെ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് എംപററാണ് വന്നിരിക്കുന്നത്. റേഷണൽ ആൻഡ് ലെവൽ ഹെഡഡ് ആണ്. എംപററുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം അവർ സമൂഹത്തിലൊക്കെ നല്ല പേരെടുത്ത വ്യക്തികളാവാം, സമൂഹത്തിൽ ഒരുപാട് പേരെ സഹായിക്കുന്ന വ്യക്തികളാവാം, അതുപോലെ ഈഗോ ഉള്ള വ്യക്തികളാവാം. ഇനി നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇനി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? പക്ഷെ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. കാരണം എന്താ, സ്ഥായി സ്നേഹമാണുള്ളത്. കാരണം സ്ഥിരതയാണ്, അത് നിലനിർത്തി പോകുന്ന ഒരു സ്നേഹമാണ്, അല്ലാതെ എന്നും മാറി മാറി പോകുന്ന സ്നേഹമല്ല. ഇടയ്ക്ക് മറ്റു പലരും കടന്നു വരാം, അവിടെയൊക്കെ സ്ഥിരത നിലനിർത്തുന്നത് നിങ്ങളോടുള്ള സ്നേഹത്തിലാണ്. പൊസസീവ്നെസ് കണ്ടില്ല നമ്മൾ, 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി അവിടെ നിലനിർത്തുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ്. പക്ഷേ ഈ വ്യക്തിക്കുള്ളിൽ കുറച്ച് ഈഗോയുണ്ട്. മനസ്സിലായോ? സമൂഹത്തിൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു
പേടിയുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. കപ്പിൾസിന്, ലവേഴ്സിന്, പാർട്ട്നേഴ്സിന്, അതുപോലെ തന്നെ മറ്റു ഫ്രണ്ട്ഷിപ്പിനിടയിലുള്ളത്, അതുപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എല്ലാവർക്കും ബാധകമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിവിടെ ഇങ്ങനെയാണ് പ്രശ്നം. കാരണം സമൂഹം അറിഞ്ഞാലോ എന്നുള്ള പ്രശ്നത്തിൽ അവർ ആകെപ്പാടെ വിഷമിക്കുന്നുണ്ട്. ഈഗോയുണ്ട്, പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ പറ്റില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാലും നിങ്ങളിലേക്ക് വരും. മറ്റു പ്രശ്നങ്ങൾ സോൾവ് ആയതിനു ശേഷം നിങ്ങളിലേക്ക് വരും. വരാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം അവർക്ക് നിങ്ങളോടുള്ള പൊസസീവ്നെസ് അത്രമാത്രമാണ്. നിങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും, തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അല്ലാതെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളോടുള്ള സ്നേഹത്തെ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, വിട്ടുകൊടുക്കാൻ പറ്റില്ല. പൊസസീവ്നെസ് ഉണ്ട്. എന്നാലോ അതിനോടൊപ്പം തന്നെ ഈഗോയും ഉണ്ട്. മനസ്സിലായോ? അതാണ്, അല്ലാതെ സ്നേഹക്കുറവല്ല ഇവിടെ ഉള്ളത് എന്നാണ് കാണുന്നത്. അത് നിങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്ന സമയത്തും അവർക്ക് നല്ലതുപോലെ ഈഗോ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയ അവസ്ഥയിൽ അത് ഉണ്ടായിരിക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്, ഗ്രൗണ്ടഡ് ആൻഡ് സെക്യൂർഡ് ആണ്. അല്ലേ? തീർച്ചയായിട്ടും ഇത് നിലനിർത്തി. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? എർത്ത് സൈൻ അല്ലേ? നമുക്ക് ഭൂമിയുമായിട്ട്, തറയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഒരു എനർജി, അതായത് ഈ ഒരു സ്നേഹം വളരെയധികം സ്ഥിരത നൽകുന്നതാണ്. എംപററുടെ പദവി എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരത നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണക്ഷനിൽ ഇരുന്നപ്പോൾ തന്നെ നിങ്ങളുമായിട്ട് ഒരുപാട് എന്താണ്, ഗ്രൗണ്ടഡ് ആയിരുന്നു ഈ ഒരു സ്നേഹം എന്നുള്ളതാണ് കാണുന്നത്. സുരക്ഷിതത്വം ഉള്ള സ്നേഹമായിരുന്നു. കാരണം എപ്പോഴും നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ. നിങ്ങളെ അതാണല്ലോ പൊസസീവ്നെസ് നമുക്ക് വന്നിരുന്നത്. എപ്പോഴും നിങ്ങളെ കെയർ ചെയ്തിരുന്ന ഒരു സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിൽ കണക്ഷനിൽ ഉള്ളപ്പോഴും നിങ്ങളോട് ഉണ്ടായിരുന്നത്, അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നത്. ക്വീൻ ഓഫ് കപ്സിന്റെ എനർജി എല്ലായ്പ്പോഴും ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ്. മാനിഫെസ്റ്റേഷൻ ഉണ്ട് ഇവിടെ. ഡിവോഷണൽ ലവ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ദൈവികത നിറഞ്ഞ സ്നേഹമാണ് നിങ്ങളോടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ കണക്ഷനിൽ രണ്ടുപേർക്കും ഫീൽ ചെയ്തിരുന്നത് ഇങ്ങനെയായിരിക്കാം. മനസ്സിലായി? നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ എനർജിയാണ്. ഇതൊരു ദൈവികത നിറഞ്ഞ ഡിവോഷണൽ ലവ് ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു മെച്വേർഡ് ലവ് ആണ്. കാരണം കൊച്ചുകുട്ടികളുടെ പോലെ ഉള്ള സ്നേഹമല്ല. കാരണം ഇത് വേറെ എങ്ങും പോവില്ല. കാരണം അവരവരുടെ ഉള്ളിൽ തന്നെയുള്ള സ്നേഹമാണ് ഇവിടെ ഉള്ളത്. അതായത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് നിങ്ങൾക്കിടയിൽ ഫീൽ ചെയ്തിരുന്നു. അതാണല്ലോ ഇവിടെ പൊസസീവ്നെസ് കൂടുതലായിട്ടും വന്നിരുന്നത്. 2 കാർഡ്സ് കൂടെ എടുക്കാവേ. കിങ് ഓഫ് കപ്സ് ആണ്. അവരും ഇവിടെ കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, ക്വീൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ്. മസ്കുലിൻ ഉണ്ട്, ഫെമിനിനും ഉണ്ട്. കണ്ടില്ലേ? ഇവിടെ ഡിവൈൻ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോഴിവിടെ ഫെമിനിൻ എനർജി ഉണ്ട്, മസ്കുലിൻ എനർജി ഉണ്ട്. കാരണം ഇവിടെ കിങ്ങിന്റെ എനർജി ഉണ്ട്, ഇവിടെ ക്വീനിന്റെ എനർജി, അതായത് ഹൈ എനർജിയാണ്. മനസ്സിലായി? നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ എന്താണ്? മെച്വേർഡ് ആണ്. കൊച്ചുകുട്ടികളുടെ ഉള്ള വിവരമില്ലാത്ത ലവ് ഒന്നുമല്ല, അത് സ്ഥായിയായിട്ടുള്ള എംപററുടെ ലവ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ എംപററുടെ ലവ് ആണിത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ സ്ഥായിയായിട്ടുള്ളതാണ്, അല്ലാതെ ഇന്ന് കൊണ്ടുവന്നിട്ട് നാളെ വിട്ടുകളയാനുള്ളതൊന്നുമല്ല. പക്ഷെ ഉള്ളിൽ കുറച്ച് ഈഗോ ഉണ്ട് എന്നുള്ളത് മാത്രം. അത് അവർക്ക് ജെനുവിനായിട്ട് കിട്ടിയിട്ടുള്ളതാണ്, അല്ലാതെ മാറ്റിമറിക്കാനൊന്നും പോകുന്നില്ല. അത് നിലനിൽക്കുന്നതാണ് എന്നും. അല്ല, അവരെ കൊണ്ടത് മായ്ക്കാനോ മറയ്ക്കാനോ ഒന്നും സാധിക്കില്ല. അത് വിട്ടുകളയാനും, ആ ഒരു ഈഗോ വിട്ടുകളയാനും അവരെ കൊണ്ട് തയ്യാറല്ല. എത്രമാത്രം പറഞ്ഞാലും അവർക്ക് നിങ്ങളോടൊരു പൊസസീവ്നെസ് ഉണ്ട്, ഈഗോയുണ്ട്, എല്ലാം ഉണ്ട്. ഡിവോഷണൽ ലവ് ആണ് എല്ലാ കാര്യങ്ങളിലും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ? വൈസ് ലവ് ആണ്, ബുദ്ധിയുള്ള ലവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ലവ് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ചുറ്റിനും വന്നു കഴിഞ്ഞാൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, നമ്മൾ അവിടെ കണ്ടതാണ്. അവരുടെ കറണ്ട് എനർജിയിൽ നമ്മൾ കണ്ടതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, മറ്റു പല കാര്യങ്ങളും അവർക്ക് സാധിച്ചെടുക്കാനുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങളോടുള്ള ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ നിലനിന്ന് പോകുന്നതാണ്. ഇത് എന്നും നിലനിൽക്കുന്നതാണ്, അത് സ്റ്റേബിളാണ്. അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഒരു കാർഡ് കൂടി എടുക്കാവേ.
സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. എല്ലായ്പ്പോഴും അവരെ നിങ്ങളുടെ ചിന്ത ഇങ്ങനെ ഇട്ട് അലട്ടുകയാണ്. അലട്ടുകയല്ല, നിങ്ങളുടെ ചിന്തകളിലേക്ക് നിങ്ങളുടെ ആ സ്നേഹത്തിലേക്ക് അവർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. കുട്ടിത്തം നിറഞ്ഞ നിഷ്കളങ്കത, അതായത് സിൻസിയർ ലവ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. മെച്ചേർഡ് ലവ് ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എംപറർഡ് ലവ് ആണ്, എല്ലാമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്, അവിടെ സിൻസിയറിറ്റി നിലനിൽക്കുന്നതാണ്. ഒരു കുട്ടിത്തം കൂടെ അവിടെ ഉണ്ട്. കുട്ടിത്തം ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിഷ്കളങ്കതയാണ്. നിഷ്കളങ്കത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിൻസിയർ ആണ്. സിൻസിയർ എവിടെയാണ് നിൽക്കുന്നത്? ഡിവോഷണൽ ലവിലാണ്, ഡിവൈൻ റൊമാൻറ്റിക് ലവ്. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? അങ്ങനെയുള്ള സ്നേഹമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലവ് ആയിരുന്നു നിങ്ങളോടെന്ന് കാണുന്നുണ്ട്. അത് ഇവിടെ ഒരുപാട് നിങ്ങളെ റെസ്പോൺസിബിൾ കൂടെയാണ്. നിങ്ങളോട് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം സിൻസിയർ ലവ് ആണെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി കാണുമല്ലോ നിങ്ങളോട്. അത്തരത്തിലുള്ള ഒരു ലവ് ആയിരുന്നു. എല്ലായ്പ്പോഴും കണ്ടില്ലേ, എല്ലായ്പ്പോഴും അതിനെപ്പറ്റി ഇവിടെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇത് വിട്ടുകളയാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും കണ്ടുമുട്ടുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. മനസ്സിലായി? അങ്ങനെയാണ് നിങ്ങളെ അവർ സ്നേഹിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അവരെ വിട്ടുപിരിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പിന്മാറാൻ പറ്റാത്തത്. നിങ്ങൾ പിന്മാറണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്മാറാൻ പറ്റാത്തത് തീർച്ചയായിട്ടും അവരുടെ എനർജി എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് പിന്മാറാൻ പറ്റാത്തത് എന്ന് നമുക്ക് നോക്കാം. കോംപ്രമൈസ് ആണ്. നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്രമാത്രം സിൻസിയർ ലവ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റൂ, ഈ ഒരു പാർട്ട്ണറെ പറ്റൂ. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ ഒരു പാർട്ട്ണറെ പറ്റൂ. നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ ഈ ഒരു പാർട്ട്ണറെ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും പിന്തിരിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ട് അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും പിന്മാറാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കും തേർഡ് പാർട്ടിയെ കളഞ്ഞിട്ട് എന്നെ അടുക്കലേക്ക് വരും എന്നൊരു ഉറച്ച ബോധത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മുൻപിൽ വെച്ചാണ് കാർഡ്സ് എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. കോംപ്രമൈസ് ചെയ്തു പോകാൻ നിങ്ങൾ തയ്യാറാണ്. എത്രമാത്രം തെറ്റുകൾ അവർ ചെയ്താലും വീണ്ടും കോംപ്രമൈസ് ചെയ്തു പോകാൻ നിങ്ങൾ തയ്യാറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള ആ സ്നേഹത്തെ, കെയറിങ്ങിനെ, മനസ്സിലായി, നിങ്ങളോടുള്ള സപ്പോർട്ടിനെ, ആ ഡിവൈൻ റൊമാൻറ്റിക് ലവ്, നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരിൽ നിന്നും പിന്മാറാൻ പറ്റാത്തത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന പാസ്റ്റ് ലൈഫ്സും വന്നിട്ടുണ്ട്, ഗിൽറ്റ് വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിൽറ്റ്, അതായത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അകന്നിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ പ്രവർത്തിക്കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള സ്നേഹം എല്ലായ്പ്പോഴും നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഒരു കുറ്റബോധം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസാക്ഷി അതിനെ അനുവദിക്കുന്നില്ല. കാരണം തീർച്ചയായിട്ടും നിങ്ങളും അവരെ സിൻസിയർ ലവ് ആയിരുന്നു അവരോട് നിങ്ങൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് കാണുന്നത്. പാസ്റ്റ് ലൈഫ്സ് നിങ്ങൾ എല്ലായ്പ്പോഴും പാസ്റ്റ് ലൈഫ്സിലെ കാര്യങ്ങൾ, കാരണം അവരുടെ സ്നേഹത്തോടെയുള്ള സംസാരം, അവരുടെ ചില ജോക്സ്, തമാശകൾ ഒക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അവരോട് ഒത്തുചേർന്നിരുന്ന ചില നിമിഷങ്ങൾ, വളരെയധികം സന്തോഷിച്ച നിമിഷങ്ങൾ, ദുഃഖിച്ച നിമിഷങ്ങൾ, ഇതൊക്കെ അവരിൽ നിന്നും പിന്മാറിയാലും നിങ്ങളെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചിന്തകളൊക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചിന്തകളിൽ നിന്നും വിട്ടുപോകാൻ അല്ലെങ്കിൽ വിമുക്തരാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കണക്ഷനിൽ നിന്നും പിന്മാറാൻ പറ്റാത്തത്. മനസ്സിലായി? നമ്മളുടെ ചോദ്യം അതല്ലായിരുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പറ്റാത്തത് എന്ന്. അപ്പോൾ ഇവിടെ ഷെയറിംഗ് ആണ്. കണ്ടില്ല? എല്ലായ്പ്പോഴും നിങ്ങൾ പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടേയിരുന്നു. ആർക്കും തമ്മിൽ ഒരു ഒളിച്ചുകളി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ വിശ്വാസമാണ്, സ്നേഹമാണ്. ഈ സ്നേഹം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കണക്ഷനിൽ നിന്നും പിന്മാറാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറ്റാത്തത് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് വന്നിരിക്കുന്നത് ഗൈഡൻസ് ഉണ്ട്. ഗൈഡൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഗൈഡൻസ് ആണിത്.
ക്ലോസ് യുവർ ഐസ് ആൻഡ് ടെൽ യുവർ സെൽഫ് ദാറ്റ് യു ഡിസർവ് ടു ഫീൽ ജോയ്ഫുൾ. യു ക്യാൻ അലൗ ജോയ് ഇൻ ടു യുവർ ലൈഫ്. മനസ്സിലായി? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് സ്വയം വിശ്വസിക്കുക, ഈ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ ഞാൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ്. എന്നേക്കാളും മറ്റൊരാളില്ല ഈ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ. അവരുടെ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ എന്നേക്കാളും മറ്റാരുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും ഈ സ്നേഹത്തെ ഉൾക്കൊള്ളുന്നു. ഞാൻ അതിന് അർഹയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കണ്ണുകൾ അടച്ചിരുന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് എത്രമാത്രം നിങ്ങൾ അതിനെ ആ വിശ്വാസം കൊടുക്കുന്നുവോ, നിങ്ങൾ അതിനെ പറയുന്നുവോ, നിങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അത്രയും നിങ്ങൾക്ക് അത് കറന്റ്ലി ഫൈൻഡ് യുവർ സെൽഫ്. മനസ്സിലായോ? അത് നിങ്ങൾക്കത് സാധ്യമായി വരും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരികയും ചെയ്യും, നിങ്ങൾക്കത് നിലനിർത്താനും സാധിക്കും, നിങ്ങൾക്കത് ഉൾക്കൊള്ളാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഗൈഡൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഗൈഡൻസ് ആണ് അല്ലേ? എല്ലായ്പ്പോഴും നമുക്ക് പറ്റുന്ന ഗൈഡൻസ് തന്നെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് എടുത്തില്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ക്ലൂസ് അത്യാവശ്യമായിട്ട് നോക്കിയിരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ്. ക്യാൻസർ ആണ് വന്നിരിക്കുന്ന, കർക്കിടകം, പുണർത്തം, കാൽ, പൂയം, ആയില്യം. ആലപ്പുഴ എല്ലായ്പ്പോഴും വരും അല്ലേ? ലെറ്റർ ഇ, ലെറ്റർ എഫ്. ജൂൺ മന്ത്, ജൂലൈ മന്ത്, ജൂലൈ ഒക്കെ വരുന്നുണ്ടല്ലോ. ടി, ലെറ്റർ ടി, ലെറ്റർ യു. പൈസസ്, മീനമാസം, പൂരുരുട്ടാതി, കാല്, ഉത്തിരിട്ടാതി, രേവതി. മെയ് മന്ത്. നമ്പർ 1. ജാനുവരി മന്ത്. ലെറ്റർ സി, ലെറ്റർ ഡി. ലെറ്റർ വി, ലെറ്റർ വൈ. കൊല്ലം. ഓഗസ്റ്റ്. കണ്ണൂർ. നമ്പർ 3. സ്കോർപിയോ, വൃശ്ചികമാസം, വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. ലിയോ, ചിങ്ങമാസം, മകം, പൂരം, ഉത്രം, കാൽ. കാപ്രിക്കോൺ, മകരമാസം, ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലൂസ് റെസണേറ്റ് ആയോ, റീഡിംഗ് റെസണേറ്റ് ആയോ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.